ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ വൈക. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ വീണ്ടും നമ്മളൊരു സ്റ്റഡി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു മിഡ് ടേം എക്സാം സ്റ്റഡി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ദിസ് ഈസ് ദ ഡേ 3 ഓഫ് മിഡ് ടേം എക്സാം സ്റ്റഡി വ്ളോഗ് വീഡിയോ. ഓക്കെ, നല്ല ചലഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇന്നത്തെ നമ്മുടെ എക്സാം വന്നിട്ട് ഇംഗ്ലീഷ് ആയിരുന്നു. ആൻഡ് അപ്പോൾ നമുക്ക് 2 എക്സാം കഴിഞ്ഞു, ഇംഗ്ലീഷും സാൻസ്ക്രിതും ഇംഗ്ലീഷും കഴിഞ്ഞിട്ടുണ്ട്. ഹോണസ്റ്റ്ലി എന്താ പറയുക, ഇംഗ്ലീഷിൻ്റെ റിവ്യൂ പറയുക വെച്ചാൽ ഇറ്റ്സ് ഓക്കെ ഫോർ മീ. ബിക്കോസ് 1 hour ആണ് നമുക്ക് ടൈം ഉള്ളത്. അതിൽ 7 മാർക്സിൻ്റെ ഉണ്ട്, 5 മാർക്സിൻ്റെ ഉണ്ട്, 6 മാർക്സിൻ്റെ ഉണ്ട്. അതായത് 5, 6, 7 മാർക്സിൻ്റെ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ലൈക്ക് 5 മാർക്കിൻ്റെ ഒന്ന്, 6 മാർക്കിൻ്റെ ഒന്ന്, 7 മാർക്കിൻ്റെ ഒന്നുണ്ട്. ഇതൊക്കെ എപ്പോൾ എഴുതി തീരാനാണ്? അതുകൊണ്ട് തന്നെ ഭയങ്കര പാടായിരുന്നു എഴുതി തീരാൻ 1 hourനുള്ളിൽ. അപ്പോൾ നമ്മൾ നല്ലോണം ടൈം മാനേജ് ചെയ്ത് എഴുതണം ഇനി. സോ നെക്സ്റ്റ് എക്സാം ഹിന്ദിയാണ്. അപ്പോൾ ഹിന്ദീൻ്റെ ഒരു സ്റ്റഡി വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ. വൈകിപ്പിക്കുന്നില്ല, എനിക്ക് പഠിക്കണം. സോ ഇപ്പോൾ ടൈം 8:26 ആയിട്ടുണ്ട്. ഇന്ന് നേരത്തെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് നേരത്തെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, ആൻഡ് എന്താ പറയുക, ഞാനൊരു 8:30ക്കാണ് കറൻ്റ്ലി സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നത്. കാരണം എനിക്ക് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കണം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഇഷ്ടപ്പെടാച്ചാൽ മറക്കാണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ, കം ഓൺ. സോ ഗൈസ്, ഇത് കുറേ ദിവസമായി എടുത്തു വെച്ചിട്ട് ഏകദേശം എന്താ പറയുക, ഒരു ജൂലൈ ആ സമയത്ത് എടുത്തു വെച്ചതാണ്. എനിക്കിപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് ഞാൻ ചട്ട്പട്ട് ഔർ നാട്ട്കർ എന്നുള്ള ചാപ്റ്ററാണ് വായിക്കുന്നത്. അപ്പോൾ ഹിന്ദി എക്സാം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അഭിപ്രായം പറയാം. ഒരു ഓക്കെ എക്സാമാണ്. ആൻഡ് എന്താ പറയുക, ഞാൻ കുറേ തെറ്റൊക്കെ വരുത്തിച്ചിട്ടുണ്ടാകും. പക്ഷേങ്കിൽ ഈ മിഡ് ടേം അല്ലല്ലോ നമ്മുടെ മെയിന്, ഓണം എക്സാം ആണല്ലോ. അപ്പോൾ അതിന് നമുക്ക് സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. സാൻസ്ക്രിത്തിൻ്റെ അതേപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ സ്റ്റഡി വ്ളോഗ് ഇട്ടിട്ടുണ്ട്. കാണാത്തതൊന്ന് പോയി കണ്ടേക്കുക. നമ്മളെപ്പോഴും ഈ സ്റ്റഡി വ്ളോഗൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെറൈറ്റിക്ക് എന്തെങ്കിലും വീഡിയോ വേണോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിങ്ങനെ വെറുതെ കമൻറ്റ് ചെയ്യൂ എന്ന് പറയുന്നേ ഉള്ളൂ. ആരും കമൻറ്റൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ഓരോ ലീവുള്ള ദിവസം എനിക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇന്ന് തന്നെ 2-3 വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസം അപ്ലോഡ് ചെയ്യാമല്ലോ. പക്ഷേങ്കിൽ ഈ എഡിറ്റിംഗ് പ്രോസസ്സ് ഭയങ്കര വലുതാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീട്ടിലെത്താൻ നല്ല ലേറ്റാകും. ഒരു 5:30 കഴിയും. സാധാരണ 4 PM സ്കൂളിൽ വിട്ടാൽ നമ്മൾ നേരത്തെ എത്തും. പക്ഷേ ഇത് ഒരു 5:30 കഴിഞ്ഞിട്ടാണ് എക്സാം നടക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ വീട്ടിലെത്തി ഭയങ്കര എക്സോസ്റ്റ് ആയിരിക്കും. ആൻഡ് ഒന്ന് ഫ്രഷായി ചായയൊക്കെ കുടിച്ച് കുറച്ച് ഫോണൊക്കെ നോക്കി ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കാനുള്ള സമയമാവും. അങ്ങനെ പിറ്റേ ദിവസത്തുള്ള എക്സാമിൻ്റെ പഠിത്തമായിരിക്കും. അന്നേരം ഞാൻ വീഡിയോ എടുക്കും, പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള സമയമാണ് ഇല്ലാത്തത്. അതാണ് ഒരുപാട് പെൻഡിങ് വീഡിയോസ് ഉണ്ട്. അപ്പം എങ്ങനെയെങ്കിലും ഇന്ന് എഡിറ്റ് ചെയ്ത് തീർക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പറഞ്ഞ് എവിടേക്കും എത്തിപ്പോയി. അപ്പോൾ ഇനി കുറച്ച് നമുക്ക് ഹിന്ദീൻ്റെ ടിപ്സ് കേൾക്കാം. എന്താ പറയുക, ഞാൻ പറയുക വെച്ചാൽ എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും കീ പോയിൻറ്റ്സ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ChatGPTൻ്റെ അടുത്ത് പോയിട്ടൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. നമുക്ക് നല്ല കീ പോയിൻറ്റ്സ് കിട്ടും. അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഹിന്ദിയിൽ പറയുക വെച്ചാൽ പോസ്റ്റർ തന്നെ 2 ടൈപ്സ് ഉണ്ട്. അതിൽ നമുക്ക് കൂടുതലും നോട്ടീസ് ടൈപ്പ് പോസ്റ്ററാണ് വരിക. ഓക്കെ, പോസ്റ്റർ വരും, പിന്നെ ഡയറി, ലെറ്റർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് ഫോമാറ്റ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ChatGPTൻ്റെ ആയാലും ഒക്കെ ചോദിച്ചൊന്നും അത് ഒരു പേപ്പറിൽ എഴുതി പഠിക്കണം. അപ്പോൾ ഫോമാറ്റിന് തന്നെ നമുക്ക് 1 മാർക്ക് 2 മാർക്ക് എന്തോ കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ ചാപ്റ്റർ വൈസിലേക്ക് പോകുക വെച്ചാൽ ചാപ്റ്റർ വൈസിൽ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുക. അപ്പോൾ ഹിന്ദീൻ്റെ കാര്യം പറയുക, ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുക. ആരാണ് എഴുതിയത്? ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മളിപ്പം ഈ ഒരു പാഠത്തിനെക്കുറിച്ച് എന്തെങ്കിലും എഴുതുകയെന്ന് വെച്ചോ, നമുക്ക് ഇത് ആരാ എഴുതിയതെന്നും കൂടെ എഴുതിയാൽ പ്ലസ് മാർക്കാണ്, പ്ലസ് പോയിൻ്റ് വേണം. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് ഇതിൻ്റെ ടിപ്പണി ആശയമൊക്കെ വരുമ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ആരാണ് എഴുതിയെന്നുള്ളത് പേരില്ലെങ്കിൽ നമുക്ക് അവിടെ 1 മാർക്കോളം നഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെ പേര് നന്നായിട്ട് പഠിച്ചോളുക. വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ എഴുതിയ പേരുണ്ടല്ലോ അത് നമ്മൾ എഴുതി പഠിക്കണം. പറഞ്ഞ് പഠിച്ചിട്ട് കാര്യമില്ല. കാരണം ഇതിൻ്റെ സ്പെല്ലിങ് 1-2 പോയാൽ വേറെ പേരാവും. അപ്പം നമ്മുടെ എന്താ പറയുക, വേറെ ആളായി പോവല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് എഴുതി തന്നെ പഠിക്കുക. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഗ്രാമർ പോർഷൻ നോക്കുക കേട്ടോ. ഈ ഒരു ഈ സർവ്വനാമത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് വരിക. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. ഫസ്റ്റ് നിങ്ങൾ ചാപ്റ്റർ വായിക്കുക, അതിൻ്റെ അർത്ഥമൊക്കെ നോക്കുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു ചാപ്റ്റർ ആരാണ് എഴുതിയത്, അതിൻ്റെ അകത്തുള്ള
കീ പോയിൻറ്റ്സ് നോക്കുക, അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് ഉള്ള ആക്ടിവിറ്റീസ് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ എനിക്ക് ഇത്ര കാര്യമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക. സോ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ വൈഗ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.